ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും വില്ലേജ് ജീനിയസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറെ നാളിന് ശേഷമായിരിക്കും ഈ ഒരു മുഖം നിങ്ങൾ കാണുന്നത്. വേറൊന്നുമല്ല, ഇവന്റെ ക്ലാസ് കഴിഞ്ഞു. അപ്പം ഇനി ക്യാമറ ഒക്കെ പിടിക്കാൻ എനിക്കൊരാളാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ഇലക്ട്രോ മാഗ്നറ്റ് ചെയ്യാൻ പോകണം. അത് ഞാനിങ്ങനെ വീട്ടിൽ തപ്പിപ്പറിക്ക് കിടന്നപ്പോൾ അതായത് ഇവൻ വന്നപ്പോൾ ഞാൻ തപ്പിപ്പറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു സാധനം കിട്ടി. ഒന്നുമില്ല, ജസ്റ്റ് ഒരു കോയില്. അതൊക്കെ പറയാൻ വരട്ടെ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ടൈം കളയണ്ട, നമുക്ക് നേരെ മേക്കിംഗ് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് എനിക്ക് കിട്ടിയ സോളിനോഡ് എന്ന് പറയുന്നത്. ഇതിപ്പോ ജസ്റ്റ് ഒരു സോളിനോഡ് മാത്രമാണ്, ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ടില്ല. പക്ഷേ ഇത് ഇലക്ട്രോ മാഗ്നറ്റ് ആവുന്ന എപ്പോഴാണ് അറിയുന്നത്? ഇതിന്റെ ഉള്ളിലേക്ക് ഒരു കണ്ടക്ടർ, ഒരു ഇരുമ്പ് കഷ്ണം ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് നമ്മളിത് ഇങ്ങനെ കയറ്റി വെച്ചു. ചുമ്മാ കാട്ടുവോ അല്ലേ? കണ്ടില്ലേ? നമ്മളിനി സ്വിച്ച് ഓൺ ആക്കാൻ പോവാണ്. ഞാൻ ഒരു ചെറിയ സ്വിച്ച് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ കണ്ടോ, ഒന്നുകൂടെ കണ്ടോ, തിരിച്ചു കയറുന്നുണ്ടോ? ഒന്ന് ഇച്ചിരി എടുത്തോട്ട് കൊണ്ടുവന്നടാ. നമ്മളിപ്പോ ഇവിടെ വെച്ചിരിക്കുന്ന ഒരു സാധനം ഇച്ചിരി മുകളിലേക്ക് വെച്ചോട്ടോടാ. ഓക്കെ, അപ്പൊ ഇതാ ഇത്ര അടുത്താണ് വെച്ചിരിക്കുന്നത്. തിരിച്ചു കയറുന്നുണ്ടോ? കണ്ടോ? അത്രേ ഉള്ളൂ. നമ്മൾ ബാക്കോട്ട് വലിച്ചു, സ്വിച്ച് ഓൺ ആക്കി, തിരിച്ചു കയറി. അപ്പൊ ഇതാണ് വൈദ്യുത കാന്തം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ചുറ്റുമുള്ള ഈ ഒരു ഇരുമ്പില്ലേ, ഈ ഒരു ഇരുമ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കാന്തം ആവുന്നുണ്ട്. ഇപ്പം ഇത് വൈദ്യുത കാന്തമല്ല. ഞാനിവിടെ സ്വിച്ച് ഓൺ ആക്കി. സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പം ഇതാ ഇവിടെ ക്യാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലേ. നമ്മൾ ഇനി ഇത് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചു നേരം കാന്തികശക്തി നിൽക്കും. സ്വിച്ച് ഓഫ് ആയി കഴിയുമ്പോൾ താഴെ പോകും. ഒന്നുകൂടെ നമുക്ക് കണക്ട് ചെയ്ത് വെച്ച് നോക്കാം. ഇതാ ഇലക്ട്രോ മാഗ്നറ്റ് വർക്കായിട്ടുണ്ട്. സ്വിച്ച് ഓഫ് ചെയ്താൽ താഴെ പോയി. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. ക്യാമറ എത്രത്തോളം ക്ലിയറായിട്ട് കിട്ടുന്ന അറിയത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ ഇലക്ട്രോ മാഗ്നറ്റ് വർക്കിംഗ് ആണ്. ഇതാ ഇപ്പൊ കണക്ഷനൊക്കെ ഓക്കെ ആണ്. ഇതാ സാധനം നോക്കിയിട്ടുണ്ട്. നമ്മൾ സ്വിച്ച് ഓഫ് ആക്കാൻ പോവാണ്. കണ്ടോ? നമ്മൾ സ്വിച്ച് ഓഫ് ആയി കഴിയുമ്പോൾ താഴെ പോയത്. അപ്പൊ ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റ്. ഒരു കമ്പിച്ചുരുളിലൂടെ, അതായത് നമ്മളൊരു സാധാരണ ഒരു കമ്പി, അതിലേക്ക് നോർമലായിട്ട് ഒരു ചെമ്പ് കമ്പി, ഇൻസുലേറ്റർ ആയിട്ട് ഒരു ചെമ്പ് കമ്പി കണക്ട് ചെയ്ത് രണ്ട് സൈഡിലും കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വൈദ്യുത കാന്തമായിട്ട് മാറും. അത് പെർമനന്റ് അല്ല, ടെമ്പററി ആണ്, താൽക്കാലികമാണ്. ഇതിലേക്ക് വരുന്ന വൈദ്യുതിയുടെ അളവ് എത്രയാണോ അതിനനുസരിച്ചായിരിക്കും അതിന്റെ കറണ്ട് ഉണ്ടാവുക എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഈ സൈഡിൽ ഒരു ചിത്രം കാണിച്ചു തരാം. നിങ്ങളിപ്പോ ഈ ചിത്രം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്. ഈ ഒരു ബാറ്ററിന്ന് ജസ്റ്റ് ഒരു സ്ക്രൂ കാണാം. അപ്പൊ അത്രേ ഉള്ള സാധനം. നമ്മളൊരു സ്ക്രൂവിൽ ഇൻസുലേറ്റർ ആയിട്ട് ഒരു ചെമ്പ് ചുറ്റിയിട്ട് ബാറ്ററിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആയി. ഈ ഇലക്ട്രോ മാഗ്നറ്റിന്റെ പവർ എങ്ങനെ വർദ്ധിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് കൊടുക്കുന്ന വൈദ്യുതിയുടെ അളവ്, അതിൽ എത്രത്തോളം വൈദ്യുതിയാണ് നിങ്ങൾ കൊടുക്കുന്നത്, അതാണ് ആ ഇലക്ട്രോ മാഗ്നറ്റിന്റെ ശക്തി എന്ന് പറയുന്നത്. ഈ ചുറ്റി വെച്ച കമ്പിച്ചുരുളിന്റെ ഉള്ളിൽ കൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഇത് ഒരു പ്രത്യേകതരം കാന്തിക മണ്ഡലം, അതായത് ഈ ഒരു ഷേപ്പില് കാന്തിക മണ്ഡലം രൂപപ്പെടും. ആ ഒരു കാന്തിക മണ്ഡലത്തിൽ നിന്ന് അതിലെ പാർട്ടിക്കിൾസ്, ഓക്കെ, എന്തൊരു കാന്തിക മണ്ഡലത്തിന് ഓരോരോ ഫ്രീക്വൻസി, ഒരു തരംഗം അല്ലെ, കാന്തിക മണ്ഡലം ഉണ്ടാകുന്ന ഓരോ കണങ്ങൾ ഉണ്ടാവില്ലേ, അത് നമ്മുടെ ആ ഒരു ആണിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെയാണ് ആ ഒരു ആണിയിൽ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ചതാ ഈ ഒരു പീസ് മാഗ്നറ്റൈസ് ആയി മാറുന്നത്. ഇവിടെ മാഗ്നറ്റൈസ് ആയി മാറുന്നത് ഇതല്ല, ഈ ഒരു പീസാണ്, ഇതിന്റെ ഔട്ടർ ലെയർ ആണ്, അതാണ് മാഗ്നറ്റൈസ് ആയി മാറുന്നത്. അത് മാത്രമല്ല AC വോൾട്ടേജിലും DC വോൾട്ടേജിലും ഈ ഒരു വൈദ്യുത കാന്തം വർക്ക് ചെയ്യും എന്നുള്ളതാണ്. അതായത് ആൾട്ടർനേറ്റീവ് കറണ്ട്, അതായത് നമ്മുടെ വീടുകളിൽ വരുന്ന നമ്മുടെ മിക്സി, ഫ്രിഡ്ജ്, ഫാൻ എല്ലാം വർക്ക് ചെയ്യിക്കുന്ന കറണ്ടായ AC-യിലും DC, നമ്മൾ സാധാരണ ഇപ്പൊ കാറിൽ ഒക്കെ കാണുന്ന ബാറ്ററി എന്നൊക്കെ വരുന്ന കറണ്ട് DC ആണ്. ഓക്കെ, നമ്മളെല്ലാ ബാറ്ററി വരുന്നത് DC വോൾട്ടേജ് ആണ്. LED കത്തുന്നതൊക്കെ DC-യിലാണ്. AC-യിലും ബൾബുകൾ കത്തും. അപ്പം അങ്ങനെയുള്ള വോൾട്ടേജിലും ഇലക്ട്രോ മാഗ്നറ്റ് വർക്ക് ചെയ്യുന്നതാണ് സത്യം. അപ്പം ഇലക്ട്രോ മാഗ്നറ്റിന് നമ്മുടെ നോർമൽ മാഗ്നറ്റ് പോലെ തന്നെ പൊളാരിറ്റി കൊണ്ടുവരാൻ സാധിക്കും. കുറച്ച് വലിയ പണിയൊന്നും എളുപ്പ പണിയേ ഉള്ളൂ. അപ്പം പൊളാരിറ്റിയും കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ്. കാരണം കാന്തിക മണ്ഡലമാണ്. അതിന്റെ ഒരു വശം നോർത്തായിരിക്കും, മറ്റൊരു വശം സൗത്തായിരിക്കും. ഒരു വശത്ത് ആകർഷണ ശക്തിയും മറ്റൊരു സ്ഥലത്ത് വികർഷണ ശക്തിയുമായിരിക്കും ഉണ്ടാകും. അപ്പൊ അതാണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമി തന്നെ ഒരു കാന്തമാണ്. നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ നിങ്ങൾ അതിൽ അല്ല മച്ചടം അല്ല, അതൊക്കെ വലിയ സാധനങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്ത് ഇത്രേ ഉള്ളൂ. ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. കാണാൻ ചെറുതാണ്, പക്ഷെ അതിന്റെ എന്താ പറയുക ഉപയോഗം, അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളതാണ്. അപ്പം വലിയൊരു സംഭവമാണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അപ്പൊ വീട്ടിലെല്ലാരും ചെയ്തു നോക്കുക. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടു. ഒരു ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്ന സാധനം പണ്ട് മുതലേ ഇറങ്ങിയ ഒരു സാധനമാണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ സാധാരണ ഇലക്ട്രോ മാഗ്നറ്റുകൾ ഉപയോഗിക്കുന്നത് തന്നെ കാറുകൾ, അതായത് വിദേശത്തൊക്കെ കാറുകള്, പിന്നെ ഈ സ്ക്രാപ്പ് യാർഡിലെ സ്ക്രാപ്പ് ഉയർത്താനൊക്കെ ആയിട്ടാണ് ഇലക്ട്രോ മാഗ്നറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെയൊരു സാധനമാണ്. ഇതിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. നമ്മളൊരു നിയോഡീമിയം മാഗ്നറ്റിലെ അതിനേക്കാളും ശക്തി ഒരു ഇലക്ട്രോ മാഗ്നറ്റിനെ കൊണ്ടുവരാൻ സാധിക്കും. അതിന്റെ ഉള്ളിലിരിക്കുന്ന കമ്പിച്ചുരുൾ ഓക്കെ, ആ കമ്പിച്ചുരുൾ ഓക്കെ, സോളിനോയിഡിന്റെ എണ്ണം അനുസരിച്ചാണ് അതിന്റെ ശക്തിയും കാര്യങ്ങളൊക്കെ അതിനെ അപേക്ഷിച്ചായിരിക്കും. പിന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കണ്ടക്ടർ ആയിട്ടുള്ള ആ ഒരു എലമെന്റ് അതെങ്ങനെയാണ്, ലൈറ്റിംഗ് ഇങ്ങനെയാണല്ലോ അല്ലേ. അപ്പൊ കണ്ടക്ടർ ആയിട്ടുള്ള ഒരു എലമെന്റ് എങ്ങനെയാണ്, അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ഒരു വൈദ്യുത കാന്തത്തിന്റെ പവർ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, അപ്പൊ ഇതുപോലെ ചെറിയ ചെറിയ അറിവുകളൊക്കെയാണ് നമ്മുടെ ചാനലിൽ ഒരുപാട് ഇനി വരാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതുവരെ വില്ലേജ് ജീനിയസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായം നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. തുടർന്നും നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ വില്ലേജ് ജീനിയസ് സൈനിങ് ഔട്ട്.